ഇവൻ അവിടെ എന്ത് നോക്കുക? ശ്യാം എന്തിനാ അവിടെ പോയി നിൽക്കുന്നേ? എടി അവനോട് ഇങ്ങോട്ട് വരാൻ പറയേ. ശ്യാമേട്ടൻ അവിടെ നിക്കട്ടെ. ഏട്ടത്തി മോനും അവിടെയല്ലേ, എന്തിനാ ഈ തിരക്കിനിടെ വന്ന് നിൽക്കുന്ന? ജങ്കാർ വരുമ്പോ ഇവര് കേറിക്കോളും. അതെ, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നോക്കിയേ, ഒരു ക്ഷയരോഗി അവിടെ നിന്ന് ചുമക്കുന്നുണ്ടല്ലോ. എടാ ഇന്ദിര, അവളും അവനും അവിടെ കാഴ്ച കണ്ടോണ്ട് നിന്നോട്ടെ. നീ വിച്ചുമോനെ ഇങ്ങോട്ട് വാങ്ങിക്കേ. വെറുതെ കൊച്ചിന് അസുഖം വരുത്തണ്ട. എന്റെ അമ്മേ, ജങ്കാറിപ്പ് ഇങ്ങെത്തും. അവര് തിരക്കിനിടെ നിക്കണ്ട, അവിടെ നിക്കട്ടെ, അവര് കയറിക്കോളും. ഇതൊക്കെ പറയാൻ പോയ എന്നെ പറഞ്ഞാ മതിയല്ലോ. എന്റെ അമ്മേ, അയാള് ക്ഷയരോഗിയാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? എല്ലാരും മനുഷ്യരല്ലേ? മനുഷ്യര് വൈകി വീട്ടിൽ ഇരുന്നാ പോരെ. ഈ അമ്പലത്തിൽ പിച്ച ഉണ്ടാ വരുന്നത് എന്തിനാ? ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവര് പിച്ച തണ്ടുന്നത് സാധാരണയാ. അല്ലാതെ പിച്ച തണ്ടുന്നവരെയാ സൂക്ഷിക്കേണ്ടത്. ജങ്കാർ ഒന്നല്ലേ ശ്യാമേ? ഒന്ന് നിന്നേ. കൊച്ചിന്റെ കയ്യിലേ മാലയും മോതിരമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ ഉണ്ട്, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ ഈശ്വര, ഇത് അയാളെ പോലെ ഉണ്ടല്ലോ. അമ്മ ഇത് എന്ത് നോക്കി നിക്ക? അയാൾ അയാളുടെ പാട്ടിന് പോട്ടമ്മേ. അമ്മയൊന്ന് വന്നേ. അമ്മയ്ക്കിത് എന്തു പറ്റിയമ്മേ? ശത്രുവിനെ നോക്കുന്ന പോലെയാണല്ലോ അയാളെ നോക്കുന്നേ. ഞാൻ അയാളെ ഒന്നും അല്ല നോക്കിയത്. കണ്ട ഭ്രാന്തന്മാരെയൊക്കെ നോക്കിട്ട് എനിക്കെന്താ കാര്യം? നിങ്ങളിങ്ങ് വന്നേ. വാ, ഇവിടുന്ന് മാറിയിരിക്കാം. അതെ, എങ്ങോട്ടാ നിങ്ങൾ ഈ തിരക്കിട്ട് പോകുന്നത്? ആദ്യം വഴിപാട് റെസിപ്റ്റ് എടുക്കണം, അതും കൊണ്ടേ അകത്തോട്ട് കയറാൻ പറ്റൂ. എന്നാ ഞാനും ശ്യാമും സത്യനും പോയി റെസിപ്റ്റ് എടുക്കാം. ഓരോന്നിനും ഓരോ കൗണ്ടറാ. ഞങ്ങൾ 3 പേരും ഓരോരുത്തർ നിന്നാ എളുപ്പം കഴിയുമല്ലോ. പിന്നെ എന്തൊക്കെ വഴിപാട് നടത്താനാ തീരുമാനിക്കുന്നത്? അതെ, എന്റെയിലുണ്ട്. ഇതാ വഴിപാടിന്റെ വിവരങ്ങളും എല്ലാവരുടെയും പേരും നക്ഷത്രവും എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് കൊണ്ടേ കാണിച്ച് ചീട്ടെഴുതിയാ മതി. എന്നെ പേര് ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ ഈ തണലത്തേക്കൊന്ന് മാറിയെന്നോ? നിങ്ങൾ പോയിട്ട് വച്ചല്ലേ. അനുപമേ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അവിടെ പൊങ്കാല ഇടുന്ന സ്ഥലത്ത് തണലുണ്ടെന്ന് തോന്നുന്നു. വാ, വന്നേ. ദേ, നിങ്ങൾ ഇവിടെ നിൽക്കേ. ഞാനവിടെ പൊങ്കാല ഇടാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ പോയിട്ട് വരാം. വേഗം വരണേ അമ്മേ. അവര് വരുമ്പോഴേക്കും അമ്മയെ തെരഞ്ഞു നടക്കേണ്ട അവസ്ഥ. ഞാനിപ്പോ വരാം. സ്ഥലം ഉണ്ട്, നോക്കിട്ട് വരട്ടെ. നിങ്ങളിവിടെ നിൽക്ക്.
അതെ, അതാ ജങ്കാറിൽ കയറുമ്പോ ക്യൂവിലുണ്ടായിരുന്ന ആളല്ലേ? അതെ, പാവം ലോട്ടറി വിറ്റ് ജീവിക്കാൻ എവിടുന്നോ കയറി വന്നതാ. ഇയാളെ കുറിച്ചാ ഷെയറുകീന്നും ഭ്രാന്തനെന്നൊക്കെ അമ്മ പറഞ്ഞത്. ഞാൻ നല്ല ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. വിച്ചുമോനെ വാത്സല്യത്തോടെ അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോ മക്കളും പേരക്കുട്ടികളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരാളായിരിക്കും. അതെ. അയാളെങ്ങോട്ട് പോയി? അല്ല, അമ്മ ഫോണൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? എടുത്തു കാണും. എന്താ എടുത്തേ? അല്ല, വരാൻ വൈകിയ നമുക്ക് വിളിച്ചു നോക്കാന്ന് കരുതി ചോദിച്ചതാ. ആ ഹലോ ആൻറ്റി. ആൻറ്റി എവിടെ എത്തി? ഞാൻ ആലോചിക്കായിരുന്നു, ആൻറ്റി പുറപ്പെട്ടതിന് ശേഷം വിളിച്ചില്ലല്ലോ എന്ന്. ആ പിന്നെ ഞങ്ങൾ മണികെട്ടുന്ന അമ്പലത്തിലെത്തി ഹർഷേ. ഇപ്പോഴാ നിന്നെ വിളിക്കാൻ സൗകര്യം ഒത്തുകിട്ടിയത്. എങ്ങനെയുണ്ട് ആൻറ്റി യാത്ര? എല്ലാവരും ഹാപ്പിയല്ലേ? ഓ, ആൻറ്റി ബാക്കി എല്ലാ ടെൻഷനും മാറ്റിവെച്ച് പരമാവധി എൻജോയ് ചെയ്യാൻ നോക്കണം. ആ അനുപമ കൂടുതൽ സന്തോഷിക്കണ്ടേ? അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യണം. അവളൊക്കെ നല്ല സന്തോഷത്തിലാ ഹർഷേ. എനിക്ക് മാത്രമേ ഇപ്പൊ ടെൻഷൻ ഉള്ളത്. ആൻറ്റിക്ക് എന്തിനാ ടെൻഷൻ? മക്കളുമായിട്ട് വഴക്കിട്ടോ? ആഹാ, അതൊന്നും അല്ല ഹർഷേ. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ബോട്ടില് അയാളുടെ മുഖച്ഛായുള്ള ഒരാളെ കണ്ടു. ഏതാളുടെ? ആൻറ്റിയുടെ പഴയ ഹസ്ബൻഡിന്റെ? ആ അതെ, ഒറ്റ നോക്കേ ഞാൻ കണ്ടുള്ളൂ. പക്ഷെ അത് അയാൾ തന്നെയാന്നാ തോന്നുന്നേ. എന്റെ ആൻറ്റി, അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നലേ. ആ, മഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാ കാണുന്നതൊക്കെ മഞ്ഞയായിട്ട് തന്നെ തോന്നും. ഇത് അങ്ങനെയൊന്നും അല്ല ഹർഷേ. എനിക്ക് വേറെ ആരെയും കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. ഇത് അയാൾ തന്നെയാണെന്നാ തോന്നുന്നേ. അയാൾ ആൻറ്റിയെ കണ്ടോ? ഇല്ലെന്നാ തോന്നുന്നേ. കണ്ടെങ്കിൽ പുറകെ വരാതിരിക്കുവോ?